നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിവെച്ചു. രാജി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. നീക്കം നാളെ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്കെന്ന് സൂചന. ഡൽഹിയുടെ നായകനെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി. ലഫ്റ്റനന്റ് ഗവർണറെ സന്ദർശിച്ച് പർവേഷ് വർമ്മ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച അതിഷി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് ബി.ജെ.പി. പകുതി വില തട്ടിപ്പിൽ ജസ്റ്റിസ് C.N. രാമചന്ദ്രൻ നായർക്കെതിരെ കേസ്. രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയെന്ന് അനന്തു കൃഷ്ണൻ. അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക്. പരാതിയുമായി കൂടുതൽ ഇരകൾ. അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മുതൽ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കിട്ടിയാൽ മതി. ഞങ്ങൾ ഈ പലിശയും കൂടി മുതലും കൂടി അടച്ചതിന് ഏറ്റവും അവസാനം ഞങ്ങൾ ഏത് ഗതിയിൽ വരുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന് സംശയം. മുറിയിൽ ബിംബങ്ങളും കൂട്ടിയിട്ട നിലയിൽ മുടിയും. പ്രജിനെ ഭയന്നാണ് ജീവിച്ചതെന്ന് അമ്മ. അവൻ നമ്മളെ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച പി.കെ. ഫിറോസ്. LGBTQ തന്നെ പ്രകൃതി വിരുദ്ധതയെന്ന യൂത്ത് ലീഗ് നേതാവ്. കാരണം തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല. അതിനകത്ത് LGBTQIA എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട്. പ്രതികരണം Q18-ൽ. ഫിറോസ് LGBTQ സമൂഹത്തെ അധിക്ഷേപിച്ചെന്ന് ക്വീർ സംഘടനകൾ. പോലീസിൽ പരാതി നൽകി. പാലാരിവട്ടത്ത് വൻ തീപിടുത്തം വാഹന ഗ്യാരേജിൽ. തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വേട്ട. 31 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 ജവാന്മാർ കൊല്ലപ്പെട്ടു. ബിജാപൂർ ജില്ലയിൽ തെരച്ചിൽ തുടർന്ന് സുരക്ഷാ സേന. രാജ്യത്ത് നിന്ന് നക്സലൈറ്റുകളെ തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ. കട്ടക്ക് ഏകദിനത്തിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. രോഹിത് ശർമ്മയ്ക്കും ഗില്ലിനും അർദ്ധ സെഞ്ചുറി. ഇംഗ്ലണ്ടിനെതിരായ വിജയലക്ഷ്യം 305 റൺസ്. മടങ്ങിവരവിൽ 5 റൺസിന് കോഹ്ലി പുറത്ത്. വിശദമായി നോക്കാം. കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിന് പിന്നാലെ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായ BJP MLA-മാരടക്കം വോട്ട് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാജി. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചന കൂടി ഡൽഹിയിൽ നിന്ന് വരികയാണ്. കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. കിരൺ, അക്ഷരാർത്ഥത്തിൽ മണിപ്പൂർ കത്തുമ്പോൾ നോക്കി നിന്നൊരു സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. ഒടുവിൽ 1.5 വർഷത്തിന് ശേഷം ഗത്യന്തരമില്ലാതെയായിരുന്നു ഈ രാജി എന്ന് പറയാം. പക്ഷേ ഈ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം ഭയന്നുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് BJP കടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും, അല്ലേ? ആര്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. മണിപ്പൂർ കലാപത്തിൽ കത്തിയമരുന്ന ഘട്ടമുണ്ടായിരുന്നു. ഇന്ത്യക്കാകും ലോകത്താകമാനം വലിയ വാർത്തകളൊക്കെ ഉയരുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ
പാർപ്പിടവും ജീവിതാവസ്ഥയും എല്ലാം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടും വർഷങ്ങളോളം പലതവണ ആവർത്തിച്ച ഈ മണിപ്പൂർ കലാപത്തിനിടയിൽ പലതവണയും ഈ ബിരേൻ സിംഗിൻ്റെ രാജിക്ക് വേണ്ടി പ്രതിപക്ഷവും BJPക്കുള്ളിലും ഒക്കെ വലിയ ആവശ്യമുയർന്നാണ്. അന്നെല്ലാം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയായിരുന്നു, മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനത്ത്. പക്ഷേ ഇപ്പോൾ BJPക്കുള്ളിൽ തന്നെ 12ഓളം വരുന്ന BJP MLA-മാർ അവരെല്ലാവരും കുക്കി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പ്രധാനമായും ഈ മണിപ്പൂർ കലാപത്തിൽ കൂടുതൽ ഇരയാക്കപ്പെട്ട വിഭാഗം എന്ന നിലയ്ക്ക് കുക്കി വിഭാഗത്തിലുള്ള ആളുകൾക്ക് സർക്കാർ കലാപകാരികൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള വലിയ തോന്നലുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലേക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നടക്കം കലാപകാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. കുക്കി വിഭാഗം അതിശക്തമായി തന്നെ നിലപാട് സ്വീകരിക്കുകയും അവർ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും എന്ന മട്ടിലേക്കടക്കം തീരുമാനം നീങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ശേഷം കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയത്തിന് BJPക്ക് ഉള്ളിൽ നിന്ന് പിന്തുണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അവിടുത്തെ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരമായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിൽ മണിപ്പൂരിലെ മന്ത്രിസഭയിൽ BJPക്ക് 60 അംഗ MLA-മാരുള്ളതിൽ 32 പേരാണ് BJPക്ക് മാത്രമുള്ളത്. BJPയുടെ 32 MLA-മാർക്ക് പുറമേ തന്നെ JDUവിൻ്റെ 6 MLA-മാരും സ്വതന്ത്രന്മാരുടെ 3 MLA-മാരുടെ അടക്കം പിന്തുണ നിലവിൽ ഈ സഖ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിനെ അട്ടിമറിക്കുക BJP വോട്ടുകൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഒരു പ്രമേയം വിജയിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. പക്ഷേ BJPക്കുള്ളിൽ നിന്ന് തന്നെ 12 MLA-മാർ മറിച്ചൊരു നിലപാട് സ്വീകരിച്ചതോടെയാണ് ശരിക്കും വെട്ടിലായത്. നേരത്തെ ഈ മണിപ്പൂരിൽ അവരെ പിന്തുണച്ചിരുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ 7 MLA-മാരും കുക്കി പീപ്പിൾസ് അലയൻസിൻ്റെ 2 MLA-മാരുമുള്ള 9 MLA-മാർ നേരത്തെ പിന്തുണ പിൻവലിച്ചിരുന്നു. അവർ പിന്തുണ പിൻവലിച്ചപ്പോഴും ഈ 32 പ്ലസ് മറ്റുള്ളവരുടെ ഈ 8 MLA-മാരെയും കൂടെ ചേർത്ത് 40ഓളം MLA-മാരുടെ പിന്തുണ ഉറപ്പായതുകൊണ്ട് ബിരേൻ സിംഗിൻ്റെ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായി ഭീഷണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJPക്കുള്ളിൽ ബിരേൻ സിംഗിൻ്റെ രാജി നേരത്തെ മുതൽ ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം MLA-മാർ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ തങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ള നിലപാടിലേക്ക് ഈ MLA-മാരടക്കം നീങ്ങി. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് മറ്റെന്ത് പ്രത്യാഘാതമുണ്ടായാലും അതിന് മറികടന്നുകൊണ്ട് തങ്ങൾ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കും എന്നുള്ള നിലപാടിലേക്ക് വന്നു. അങ്ങനെ ഒരു സന്ദേശം ഈ MLA-മാരുടെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടിയാണ് ഇതുവരെയും ബിരേൻ സിംഗിനെ സംരക്ഷിച്ചിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അദ്ദേഹം ഡൽഹിയിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് ഇന്ന് രാവിലെ ബിരേൻ സിംഗ് ഡൽഹിയിലെത്തി JP നദ്ദയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങി മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറിയത്. അവിടെ രാജിക്കത്തിൻ്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹം രാജി നൽകിയ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ രാജിക്കൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോട് മണിപ്പൂരിന് വേണ്ടി നിരവധി സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്തും ബിരേൻ സിംഗ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 വർഷക്കാലമായതിനിടയിൽ നടന്ന വലിയ കലാപങ്ങളുടെ കാലത്തൊന്നും തന്നെ മണിപ്പൂർ കത്തിയെരിയുകയും അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനേകായിരങ്ങളുടെയും പാർപ്പിടമടക്കം നഷ്ടപ്പെടുകയും ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലൊന്നും തന്നെ അവിടുത്തെ ക്രമസമാധാന നില ഉറപ്പാക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ട ബിരേൻ സിംഗ് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ MLA-മാർ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും കുക്കി വംശജരായ 12 MLA-മാരാണ് അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത്. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ബിരേൻ സിംഗ് ഇപ്പോൾ രാജിവെക്കുന്നത്. തൽക്കാലം മറ്റാരെയും മുഖ്യമന്ത്രിയാക്കേണ്ട എന്നുള്ള നിലപാടിലാണ് കേന്ദ്രത്തിലെ BJP നേതൃത്വം നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭ പിരിച്ചുവിട്ട് അവിടെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാം. ഇനിയുള്ള BJPയുടെ നീക്കങ്ങൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് കിരൺ നമുക്ക് ഈ ഘട്ടത്തിൽ ഇനി നോക്കേണ്ടത്. BJPക്ക് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ക്ഷീണം അത് ചില്ലറയൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ, തിരക്കിട്ട നീക്കങ്ങൾ, അത് ഏത് തരത്തിൽ ആലോചന എങ്ങനെയാണ് പോകുന്നത്? നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ബിരേൻ സിംഗിനെ എല്ലാ കാലത്തും വലിയ പിന്തുണ നൽകിയിരുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണ ബിരേൻ സിംഗിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി ബിരേൻ സിംഗ് രാജിവെക്കേണ്ട ഒരു ഘട്ടം വന്നത് അവിടെ ഒരു അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവരികയും കോൺഗ്രസിനാകെ 5 MLA-മാർ മാത്രമാണുള്ളത്. അങ്ങനെ ഒരു പാർട്ടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ആ അവിശ്വാസ പ്രമേയത്തിൽ BJPയുടെ സർക്കാർ വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ സ്വാഭാവികമായും അത് മണിപ്പൂരിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, ഇന്ത്യയിലാകെ അത് BJPക്ക് വലിയൊരു നാണക്കേട്, പ്രത്യേകിച്ച് ഡൽഹിയൊക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ അത് ഒരു വലിയ നാണക്കേടിലേക്ക് നീങ്ങും. BJPക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. BJPക്കുള്ളിൽ നിന്ന് തന്നെ അത്തരത്തിലേക്കുള്ള ഒരു വിമത നീക്കം നടക്കുന്നു എന്നത് BJP എന്ന പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതും ദേശീയ തലത്തിൽ പ്രതിച്ഛായ ബാധിക്കുന്നതുമായ ഒന്നാണ്. പക്ഷേ അതിന് പകരം മറ്റാർക്കെങ്കിലും BJPയിൽ നിന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം
ഈ MLA-മാർ കൂടി ആവശ്യപ്പെടുന്ന മറ്റാർക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നൽകുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തൽക്കാലം BJP കേന്ദ്ര നേതൃത്വം പോകുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഔദ്യോഗികമായ ഒരു പ്രതികരണം BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൂടി പറയേണ്ടി വരും. നിലവിൽ പുറത്തു വന്ന സൂചനകൾ അനുസരിച്ച് അവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുക, തൽക്കാലം നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുക എന്നുള്ളൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആലോചനയാണ് BJP ശക്തമായി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ തെരഞ്ഞെടുപ്പിലൂടെ ഈ തരത്തിൽ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന MLA-മാരെയും ഭരണത്തിലേക്കും എത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാവും BJPക്കുള്ളത്. നിലവിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാലും ഉടനെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല, അതിന് സമയമുണ്ട്. അത്തരം സമയം അനുയോജ്യമായ സമയം നോക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ BJPക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJP നേതാക്കൾ ആ തരത്തിലേക്കായിരിക്കും നീങ്ങുന്നത് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ താൽക്കാലിക ചുമതലയിൽ ബിരേൻ സിംഗ് തന്നെ തുടർന്നുകൊണ്ട് അതിനുശേഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. രാഷ്ട്രപതി ഭരണം എന്നാൽ ഗവർണറായിരിക്കും, അവിടുത്തെ ഗവർണർ അജയ് സിംഗ് ഭല്ലേക്കായിരിക്കും ഭരണ ചുമതല ഉണ്ടാവുക. അതിനുശേഷം മണിപ്പൂരിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക. അത്തരം ഒരു നീക്കത്തിലേക്കാണ് അത്തരം ഒരു ആലോചനയ്ക്കാണ് മേൽക്കൈ ഉള്ളതെന്നാണ് അറിയുന്നത്. എന്നാൽ മറിച്ച് മറ്റാരെങ്കിലും നിലവിലുള്ള MLA-മാരിൽ മറ്റാരെങ്കിലും BJPക്ക് ഈ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിന് തടസ്സമില്ല. 2022 മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ നിയമസഭയ്ക്ക് ഇനിയും കാലാവധി ഉണ്ട്. നിലവിൽ തന്നെ അവിടെ പുതിയ മന്ത്രിസഭ വരേണ്ടത് തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകണോ അതോ തൽക്കാലം BJPയിൽ നിന്ന് തന്നെ മറ്റൊരു MLA മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവരണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ ബിരേൻ സിംഗിനെ പോലെ കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസമുള്ള ഒരു നേതാവിനെ മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ടുവരുന്നതിനോട് തൽക്കാലം കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യമില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ശരി, ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരക്കിട്ട നിർണായകമായ നീക്കങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ഇപ്പോൾ ഉള്ള നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതുതായി വരുന്നത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ BJP. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി BJP അധ്യക്ഷൻ JP നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത, മുൻ അധ്യക്ഷൻ മനോജ് തിവാരി, ബാൻസുരി സ്വരാജ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിൽ. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അതിഷി രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി നാളെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിക്കുന്നത്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ ആലോചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും ദളിത് നേതാവും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ദുഷ്യന്ത് ഗൗതമിന്റെ പേരായിരുന്നു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ. കരോൾബാഗിൽ ദുഷ്യന്ത് ഗൗതം പരാജയപ്പെട്ടതോടെ മറ്റു പേരുകളിലാണ് ചർച്ച. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയാണ് മുൻപന്തിയിൽ. മുഖ്യമന്ത്രിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പർവേഷ് വർമ്മ लेफ्टिनेंट गवर्नरुമായി കൂടിക്കാഴ്ച നടത്തി. ये केवल मेरी जीत नहीं है, ये आप सभी की जीत है. सबकी ये मांग थी कि एक अच्छी सरकार आए. 10 साल से जो सरकार देश में सेवा कर रही है प्रधानमंत्री मोदी जी के नेतृत्व में, उन्हीं के विजन को लेकर दिल्ली में उन्हीं के सहयोग से दिल्ली में भी सरकार बने, ताकि दोनों सरकारें अच्छा काम करे, कोई राजनीति ना हो, कोई झगड़ा ना हो. രോഹിണിയിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ വിജേന്ദർ ഗുപ്ത, മാളവ്യനഗറിൽ നിന്ന് വിജയിച്ച മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ, കേന്ദ്രമന്ത്രി ഹർഷ് മൽഹോത്ര എന്നിവരുടെ പേരുകളും ചർച്ചകളിലുണ്ട്. BJP വിജയത്തിൽ നിർണായകമായ പൂർവാഞ്ജലികളെ പരിഗണിച്ചാൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി MPയും മുൻ അധ്യക്ഷനും ഭോജ്പുരി നടനുമായ മനോജ് തിവാരിക്കും നറുക്കുവീണേക്കാം. കേജ്രിവാളും സിസോദിയും തോറ്റതോടെ അതിഷി പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ന്യൂഡൽഹി MP ബാൻസുരി സ്വരാജ്, ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് വിജയിച്ച ശിഖാറായ്, ഷാലിമാർ ബാഗിൽ നിന്ന് വിജയിച്ച രേഖ ഗുപ്ത തുടങ്ങിയ വനിതാ നേതാക്കളെയും പരിഗണിച്ചേക്കാം. വിദേശ പര്യടനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷം സത്യപ്രതിജ്ഞ ആഘോഷമായി നടത്താനാണ് BJP തീരുമാനം. തോൽവിക്ക് പിന്നാലെ ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ അതിഷി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അതേസമയം കേജ്രിവാൾ നവീകരിച്ച മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഏറ്റെടുക്കില്ലെന്ന് BJP പ്രഖ്യാപിച്ചു. BJP ഉയർത്തിക്കൊണ്ടുവന്ന ശീഷ്മഹൽ വിവാദം ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ മുഖ്യ പങ്കുവഹിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിലെ BJP വിജയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച് CPM. ആരാണ് BJPക്ക് ഭരണം നൽകിയതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂവെന്ന്, അതും കോൺഗ്രസ് ആണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. 2 തെരഞ്ഞെടുപ്പിലുമായി കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സീറ്റ് പോലുമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് ഫലപ്രദമായി BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ
ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുമില്ല, ഇപ്പോഴും സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും അവരില്ല. ഇന്നലെ ഇപ്പോഴും കൃത്യമായിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വാർത്ത വന്നു. ഇപ്പോൾ ഡൽഹി പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന്റെ ഭരണം നീണ്ട 25 വർഷക്കാലത്തിന് ശേഷം വീണ്ടും അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ആരാണ് ആ ഭരണം തളികയിൽ BJPക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. പാലാരിവട്ടത്ത് വാഹന ഗ്യാരേജിൽ തീപിടുത്തം. ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ നിയന്ത്രണ വിധേയമായി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഇതെങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലാരിവട്ടത്തെ വാഹന ഗ്യാരേജിലാണ് തീപിടുത്തം ഉണ്ടായത്. എന്തെങ്കിലും തീ അധികം അങ്ങോട്ട് പടർന്നു പിടിക്കാതെ നിയന്ത്രണ വിധേയമാക്കാൻ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിച്ചതോടുകൂടിയും അവരുടെ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തുടങ്ങി വെച്ചതോടും കൂടിയും വളരെ പെട്ടെന്ന് ഒരുപാട് തീ പടർന്നു പിടിക്കാതെ അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ തീ പടർന്നു പിടിക്കാതെ ഉള്ള സാഹചര്യം ഒഴിവാക്കാനായി എന്തായാലും ഫയർഫോഴ്സ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പൂർണ്ണമായും തീ അണച്ചിട്ടില്ലെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആപത്തുകൾ അല്ലെങ്കിൽ കാഷ്വാലിറ്റികളൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ആളപായങ്ങളോ മറ്റ് ആപത്തുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാലാരിവട്ടത്തെ വാഹന ഗ്യാരേജിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണം. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടലിലെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റേഡിയത്തിന്റെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഹോട്ടലുകൾ അനുവദിച്ചതിനെ ചൊല്ലിയും വിവാദം മുറുകുകയാണ്. 1,00,000-ഓളം പേരെ ഉൾക്കൊള്ളാവുന്നതാണ് GCDയുടെ ഉടമസ്ഥതയിലുള്ള കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം. എന്നാൽ ഫിഫ അണ്ടർ-19 വേൾഡ് കപ്പ് വന്നപ്പോൾ ഈ സമവാക്യങ്ങൾ മാറി. അവർ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ മെൽക്കൂരിയും സ്റ്റേഡിയത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മികച്ചതല്ലെന്ന് കണ്ടെത്തി. തുടർന്നിങ്ങോട്ട് സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം നിജപ്പെടുത്തി. ഒട്ടനവധി ഹോട്ടലുകളും അതിന്റെ അടുക്കളകളും സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുകയാണ്. അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നതിൻ്റെ ബൈലോയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹോട്ടലുകളുണ്ട്. ഹോട്ടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഗ്യാസ്, ഇപ്പോൾ ഉണ്ടായത് സ്റ്റീമറാണ്. ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്നു പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ അടുക്കള പോലെയുള്ള, കിച്ചൺ പോലെയുള്ള സാധനങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഓഡിറ്റ് വിഭാഗം, അഗ്നി സുരക്ഷാ വിഭാഗം നടത്തിയ ഓഡിറ്റിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ അനുവദനീയമായ അളവിൽ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഇതൊന്നും സുരക്ഷ ഇല്ലാത്ത രീതിയിലാണ്, പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലെ സ്റ്റീമറിന്റെ പൊട്ടിത്തെറിയെക്കുറിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വിഭാഗം അന്വേഷണം തുടരുകയാണ്. കൊച്ചി കോർപ്പറേഷന്റെ വിവിധ വകുപ്പുകളും അന്വേഷണം നടത്തുന്നുണ്ട്. ഫോറൻസിക് പരിശോധന റിപ്പോർട്ട് കൂടി ലഭിച്ചാലാണ് കേസിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. നിലവിൽ ഹോട്ടൽ ഉടമകൾക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും 3 പേർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയുമാണ്. ന്യൂസ് 18 കൊച്ചി. പുറത്തുവരുന്ന സർവത്ര തട്ടിപ്പിന്റെ കഥകൾ. രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിനും പണം നൽകിയിട്ടുള്ളതായും അനന്തു കൃഷ്ണൻ പറഞ്ഞു. അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തു. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിച്ചേക്കും. കേരളം കണ്ട മറ്റൊരു വലിയ തട്ടിപ്പിലേക്കാണ് പകുതി വില കേസ് നീങ്ങുന്നത്. നാടെങ്ങും പരാതി പ്രളയമാകുമ്പോൾ കേസിലെ തെളിവെടുപ്പ് പോലീസ് കൊച്ചിയിൽ പൂർത്തിയാക്കി. കൊച്ചിയിലെ 2 ഓഫീസുകളിലും ഫ്ളാറ്റുകളിലും തെളിവെടുപ്പ് നടത്തി. രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് പ്രതി അനന്തകൃഷ്ണൻ സമ്മതിക്കുന്നു. കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ. രാധാകൃഷ്ണൻ ജി ഇതിന്റെ സൈൻ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി വന്നതേ ഉള്ളൂ. ലാലി വിൻസെന്റുമായി അഭിഭാഷക എന്ന ബന്ധം മാത്രമേയുള്ളൂ. BJP നേതാവ് AN രാധാകൃഷ്ണന് പണം നൽകിയിട്ടില്ല. രാധാകൃഷ്ണന്റേത്
ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണെന്നാണ് അനന്തകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. അതേസമയം കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരിയാണ് രാമചന്ദ്രൻ നായർ. 3ാം പ്രതിയാക്കിയാണ് കേസെടുത്തിട്ടുള്ളത്. പാതിവില തട്ടിപ്പ് കേസിൽ വിപുലമായ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ADGPമാർ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ തീരുമാനം. അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിച്ചേക്കും. ക്രൈംബ്രാഞ്ചിനൊപ്പം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തും. കേസ് ഇക്കണോമിക് ഒഫൻസ് വിങ്ങിലേക്ക് വിടേണ്ടെന്നാണ് തീരുമാനം. അതേസമയം കേസിലെ പ്രതി അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച പൂർത്തിയാകും. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് തന്നെ കേസിൽ പ്രതി ചേർത്തത് നിരുത്തരവാദപരമായി എന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. താൻ NGO കോൺഫെഡറേഷന്റെ രക്ഷാധികാരിയല്ല. കഴിഞ്ഞ ജൂലൈ വരെ അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്നു. എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയ ശേഷം പോലീസ് കേസ് എടുത്തിരുന്നുവെങ്കിൽ താൻ പ്രതിയാകില്ലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് SP-ക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. ഞാൻ രക്ഷാധികാരിയാണെന്ന് എഴുതി കൊടുത്തു ഈ സംഘടനയുടെ. ഞാൻ രക്ഷാധികാരിയല്ല. അപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലായിരുന്നു. അത് അവരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ്. ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് SP-യുടെ അടുത്ത്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഞാൻ രക്ഷാധികാരി ആയിരുന്നിട്ടുമില്ല. ആരും അങ്ങനെ ഞാൻ രക്ഷാധികാരിയായിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഈ പരാതിക്കാരൻ മാത്രം എഴുതി കൊടുത്തു. ഞാൻ അറിയില്ല പരാതിക്കാരനെ എന്നെ അറിയില്ല. പക്ഷേ ഒഫീഷ്യലായിട്ട് എന്നെ എഴുതി കൊടുത്തു. അത് വെച്ചുകൊണ്ട് അവർ FIR പേരിട്ടു. അത് ശരിയല്ലെന്ന് ഞാൻ SP വിളിച്ച് പറഞ്ഞു. ഈ മുനമ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കും? ഇല്ല, എൻ്റെ അടുത്ത് 1-2 പേര് ചോദിച്ചു, മുനമ്പം അട്ടിമറിക്കാൻ, കമ്മീഷൻ അട്ടിമറിക്കാനായിട്ട് ആരെങ്കിലും കള്ളപ്പരാതി കൊടുത്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു. അല്ല, എൻ്റെ പേര് വെറുതെ വലിച്ചഴിക്കുന്നതാണ്. എനിക്ക് യാതൊരു റോളും ഇല്ല. ഞാൻ സംഘടനയുടെ ആളല്ല. ഞാൻ കുറച്ചു കാലം അഡ്വൈസറായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ അഡ്വൈസർ സ്ഥാനം പിരിഞ്ഞു. ആ അഡ്വൈസ് ചോദിച്ചിട്ടുമില്ല, ഒരു അഡ്വൈസും കൊടുത്തിട്ടുമില്ല. അപ്പോൾ എനിക്ക് യാതൊരു റോളും ഇല്ലാത്ത കാര്യമാണ്. അതിനിപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും എന്നെ പ്രതിപട്ടിക ചേർത്താൻ ഒക്കില്ല. പക്ഷേ അവർ ചെയ്തു. പാതിവില തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. സമാന്തര പ്രവർത്തനം നടത്തിയാൽ NGO കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് ന്യൂസ് 18 ലഭിച്ചത്. അതേസമയം അനന്തകൃഷ്ണൻ അറസ്റ്റിലായതിന് പിന്നാലെ കബളിപ്പിക്കപ്പെട്ട വിവരം നേരിൽ കണ്ടു പറയാൻ ശ്രമിച്ച കോൺഫെഡറേഷൻ അംഗങ്ങളെ കാണാൻ പോലും ആനന്ദകുമാർ തയ്യാറായില്ലെന്നും അംഗങ്ങൾ പറയുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചില സംഘടനകൾ ഈ പ്രസ്ഥാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ NGO കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ പങ്കുവച്ച ശബ്ദ സന്ദേശമാണിത്. പാതിവില തട്ടിപ്പിനെ കുറിച്ച് തനിക്ക് അറിവില്ലെന്നും താനും കബളിപ്പിക്കപ്പെട്ടെന്നും പറഞ്ഞ് പ്രതിരോധം തീർത്തിരുന്ന അനന്തകുമാറിനെ വെട്ടിലാക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാതിവിലയ്ക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 960 പേരിൽ നിന്നാണ് പണം കൈപ്പറ്റിയത്. ആദ്യം പണം നൽകിയ ഏതാനും ഗുണഭോക്താക്കൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്തുകൊണ്ട് വിശ്വാസം നേടിയെടുത്തു. ഇത് മറയാക്കി കൂടുതൽ ആളുകളിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നു. 157 ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ പണസമാഹരണം നടത്തി 91 ആളുകൾക്ക് കിട്ടി. ആ 32 പേർക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടത്തിൽ വലിയൊരു ഫംഗ്ഷനിൽ ആനന്ദകുമാറും അനന്തകൃഷ്ണനെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ ആളുകൾക്ക് താക്കോൽ കൈമാറി. അടുത്ത ഘട്ടമായിട്ടാണ് വീണ്ടും കളക്ട് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ 125 ആളുകൾക്ക് ഞാൻ കളക്ട് ചെയ്ത് അയച്ചു. അനന്തകൃഷ്ണന്റെ പേരിലുള്ള 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 6 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരത്തുള്ള സന്നദ്ധ സംഘടനകൾ പിരിച്ചു നൽകിയത്. തലസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തട്ടിപ്പിനിരയായവരുടെ പരാതികളും ഏറുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാതിവില തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ് പറഞ്ഞു. എനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ അക്കൗണ്ടും ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ ഈ ജനപ്രതികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിന് ചേർക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചെറുതോണിയിൽ അദ്ദേഹം നടത്തിയൊരു പരിപാടി ഞാൻ പങ്കെടുത്തു.
അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി എന്ന രൂപത്തിൽ ക്ഷണിച്ചു, അവിടെ പോയി പങ്കെടുത്തു. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, CSR ഫണ്ട് ഇങ്ങനെ വിനിയോഗിക്കാൻ എടുക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കും. പാതിവില തട്ടിപ്പ് കേസിൽ എറണാകുളം പറവൂരിൽ ഇന്നലെ മാത്രം ലഭിച്ചത് 275 പരാതികളാണ്. ഇതോടെ പറവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഭിച്ചത് 535 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇനി ഞങ്ങളൊക്കെ 2 വീലർ കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളുടെ പൈസ തിരികെ തരണം എന്നുള്ളൊരു അപേക്ഷയുള്ളൂ. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും സഹായിക്കണം. ഞങ്ങൾ അടച്ച പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നേ പറയാനുള്ളൂ. ഞങ്ങളിതിനകത്ത് പെട്ടുപോയവരാണ് അറിയാതെ. എല്ലാവരും പാവങ്ങളാണ്, ഇതിലാരും പണക്കാരൊന്നുമില്ല, എല്ലാവരും സാധാരണക്കാർ പാവങ്ങളാണ്, അടിത്തട്ടിലുള്ളവരാണ്. അവരതിനെ പറ്റിച്ചൊക്കെ കൊണ്ടുപോയിക്കണത്. പണക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചത്, ഒറ്റ ആളും പണക്കാരില്ല അതിൽ. ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട കാശാണ്. ഞങ്ങളുടെ പിള്ളേരുടെ കുഞ്ഞു പിള്ളേരുടെ സ്വർണം വരെയും പണയം വെച്ചാണ് ഇതിന് കൊടുത്തത്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെതിരെ പറവൂരിൽ പരാതികളുടെ പ്രവാഹമാണ്. ഇതുവരെ 535 പരാതികളാണ് പറവൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. വരാപ്പുഴയിൽ 17 പരാതികൾ. ജനസേവാ സമിതി ട്രസ്റ്റ് വഴിയാണ് ഇവർ പണം നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറി CG മേരി, ചെയർമാൻ ഡോക്ടർ N മധു, ഒപ്പം ബാങ്ക് ജോയിന്റ് അക്കൗണ്ടിൽ പേരുള്ള ഡോക്ടർ K ശശിധരൻ, തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തു കൃഷ്ണൻ, ട്രസ്റ്റ് ട്രഷറർ ഡോക്ടർ പ്രവീൺ G പൈ, ആലുവ കോളേജ് പ്രിൻസിപ്പൽ ജൈനി സാരംഗ് എന്നിവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു. തട്ടിപ്പിനിരയായവർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പണം തിരികെ കിട്ടുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പരാതി കൊടുത്ത് അവരെ കൊണ്ട് FIR ഇടിക്കുക, അതനുസരിച്ച് ഇവരുടെ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് കോടതിയിൽ, മുനിസിപ്പൽ കോടതിയിൽ ലിറ്റിഗേഷൻ ഫയൽ ചെയ്യുക. അതേസമയം അനന്തു കൃഷ്ണൻ വഞ്ചിച്ചെന്ന് കാട്ടി ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി. ഗുണഭോക്താക്കൾ നൽകിയ 14,65,54,650 രൂപ അനന്തു കൃഷ്ണന് കൈമാറിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇരുചക്രവാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ജൈവവളം എന്നിവ ലഭ്യമാകുന്നതിൽ അനന്തു കൃഷ്ണൻ കാലതാമസം വരുത്തി. പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. അപേക്ഷകരുടെ പ്രോസസ്സിംഗ് നിരക്ക് മാത്രമാണ് ട്രസ്റ്റ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സ്വർണം പണയം വെച്ചും കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്തുമൊക്കെയാണ് ഇവർ പണം നൽകിയത്. 2 വീലറോ തയ്യൽ മെഷീനോ ഒന്നും തിരികെ വേണ്ട. നഷ്ടപ്പെട്ട തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോരുത്തരും. ക്യാമറാമാൻ അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചു. ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പ്രജിൻ ജോസിന് പങ്കുണ്ടായിരുന്നോ എന്നാണ് കുടുംബത്തിന്റെ സംശയം. പ്രജിന്റെ മുറിയിൽ നിന്ന് ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടിയും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തിയിരുന്നു. പ്രജിന്റെ പെരുമാറ്റത്തിൽ നേരത്തെ തന്നെ കുടുംബത്തിന് സംശയമുണ്ടായിരുന്നു. പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രജിന്റെ മുറി തുറന്നു പരിശോധിക്കാൻ കുടുംബം തീരുമാനിച്ചു. അതുവരെ മാതാപിതാക്കൾക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരുന്ന ആ മുറി തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. ഒരു ഭാഗത്ത് മുടി കൂട്ടിയിട്ടിരിക്കുന്നു. ചില ബിംബങ്ങളും ചില പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങളും കണ്ടെത്തി. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. സാത്താൻ സേവ പോലെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പെട്ടുപോയിട്ടുണ്ടോ എന്നാണ് അമ്മയ്ക്ക് സംശയം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കളെ തിരികെ ഏൽപ്പിച്ചു. ഇനി തനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടപടി. അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലുമാണ് തിരികെ എത്തുന്നത്. ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവമേൽപ്പിക്കും. അവൻ എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ
വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പ്രജിൻ കൂടുതൽ സമയവും വീടിന്റെ രണ്ടാമത്തെ നിലയിലെ മുറിയിലാണ് ചിലവഴിക്കുക. അവിടേക്ക് മാതാപിതാക്കൾക്ക് പോലും പ്രവേശനമില്ല. അടുത്തിടെ നിർബന്ധപൂർവ്വം എറണാകുളത്ത് സിനിമ പഠിക്കാനായി പോയി. തിരികെ എത്തിയതിനു ശേഷം പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമായെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. പ്രജിന്റെ ഭാഗത്തു നിന്ന് ഈ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ചോദിക്കുമ്പോഴെല്ലാം പൈസ, അത് 10 രൂപയായാലും 10,000 രൂപയായാലും ലക്ഷങ്ങളായാലും ചോദിക്കുന്ന സമയത്ത് അവന് കൊടുക്കണം എന്നുള്ള ആ വാശി, അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട ഈ പിതാവും മാതാവും അനുഭവിച്ച ക്രൂരത, അവർ ഏറ്റ ആ മർദ്ദനത്തിന് ഒരു കണക്കുമില്ല. ചൈനയിലെ വുഹാനിൽ MBBS പഠിക്കുകയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെയെത്തിയത്. നാട്ടിലെത്തിയ ശേഷം പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കാനായിരുന്നു പ്രജിന് താല്പര്യം. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. പിതാവ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വാഹനത്തിലെത്തിയാണ് പ്രജിൻ പോലീസിന് കീഴടങ്ങിയത്. തന്റെ സ്വൈരജീവിതത്തിന് മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്നും അതുകൊണ്ട് കൊല നടത്തിയെന്നുമായിരുന്നു പ്രജിന്റെ മൊഴി. കുടുംബത്തിന്റെ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ദാരുണമായ സംഭവം. വീട്ടിനകത്ത് വെച്ച് ഭാര്യയോട് വഴക്കിട്ട രാജൻ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴെയെത്തിയ മകളാണ് അമ്മയും അച്ഛനും ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയെ രക്ഷിക്കാനായില്ല. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ പിന്നീട് സ്വയം പരിക്കേൽപ്പിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. 1.5 വർഷം മുമ്പ് രാജൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാനസിക പ്രശ്നങ്ങളുള്ള രാജൻ ഇതിനു മുമ്പും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ കുടുംബം ഉപ്പുംപാടത്തെ വാടക വീട്ടിലേക്ക് മാറിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരത്ത് +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാറശാല മഞ്ചാടി കോളനിയിലെ അജി ധന്യ ദമ്പതികളുടെ മകൻ നിരഞ്ജനെയാണ് വീടിന് പുറകിലെ ബാത്റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരന്റെ ഫിഷ് ടാങ്ക് നിരഞ്ജൻ പൊട്ടിച്ചു എന്നാരോപിച്ച് അമ്മ ശകാരിച്ചിരുന്നു. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭ. സംസ്ഥാന സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാടെടുക്കുമെന്നും തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ജോസഫ് പാംപ്ലാനി പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ജനത തുടർച്ചയായി വേർതിരിവ് നേരിടുകയാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനത്തിൽ പറയുന്നു. കർഷകന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണ്. ഇവിടുത്തെ മലയോര കർഷകർക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെയാണ് കൂടുതൽ വിമർശനവും. ഭൂനികുതി വർധനവ്, കർഷകർക്കെതിരായ സമീപനം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാൻ രംഗത്ത് വന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാടെടുക്കുമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലാകട്ടെ കേരള സർക്കാരിന്റെ ബജറ്റിലാകട്ടെ മലയോരത്തെ കർഷകരെ ചേർത്ത് പിടിക്കാൻ പോരുന്ന അടിസ്ഥാനപരമായ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയലേഖനമിറക്കിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സർക്കാരുകൾക്കെതിരെ രംഗത്ത് വന്നത്. അർഹമായ ന്യൂനപക്ഷാവകാശം കിട്ടുന്നില്ല. ഇത് കടുത്ത അവകാശ ലംഘനമാണ്. ക്രൈസ്തവർ തുടർച്ചയായി വേർതിരിവ് നേരിടുന്നു. തങ്ങൾക്കൊപ്പം നീതിക്കാൻ പോരാടുവാനും ആളുകളുണ്ടെന്ന ചിന്ത അടിസ്ഥാന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണെന്ന് നാം മറക്കരുത്. ഈ സാഹചര്യത്തിൽ നമ്മുടെ അതിരൂപത വലിയൊരു മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ഫെബ്രുവരി 15 അടുത്ത ശനിയാഴ്ച നടത്തപ്പെടുന്ന പരിപാടിയിൽ അണിചേരുവാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ദളിത് ക്രൈസ്തവർക്ക് സംവരണം ഏർപ്പെടുത്താത്ത നടപടിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം. ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് സ്ഥാപിത താൽപര്യം കൊണ്ടാണ്.
കർഷക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മാസം 15-ന് കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് മാർച്ച് നടത്താനും അതിരൂപത തീരുമാനിച്ചു. ന്യൂസ് 18 കണ്ണൂർ കോട്ടയം. വന്യജീവി ആക്രമണത്തെ സംബന്ധിക്കുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി. ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ്. കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. പത്തനംതിട്ട തണ്ണിത്തോട് കാട്ടാനയും കുട്ടിയാനയും ജനവാസ മേഖലയ്ക്ക് സമീപം തുടരുന്നു. വെള്ളിയാഴ്ച രാത്രി മുതലാണ് കല്ലാറ്റിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചത്. തണ്ണിത്തോട് മൂഴി ഇലവുങ്കലിന് സമീപം കല്ലാറ്റിലാണ് പിടിയാന നിലയുറപ്പിച്ചത്. ഇന്ന് പുലർച്ചെ ആന കാട് കയറിയെങ്കിലും രാവിലെ തിരികെ എത്തി. കുട്ടിയാനയുമായി എത്തിയ പിടിയാന റോഡിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വനപാലകർ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിടിയാനയ്ക്കും കുട്ടിയാനയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നിരീക്ഷണത്തിന് ശേഷം വനപാലകർ അറിയിച്ചു. നിലവിലത് കാട് കയറി. ഇപ്പോൾ രാവിലെ തന്നെ ഒരു 3 തവണ ഇത് കാട്ടിൽ നിന്നിറങ്ങി ജനവാസ മേഖല അടുത്തുവരെ എത്തി. നമ്മൾ അതിനെ ബഹളം വെച്ചും പിന്നെ ദൂരമാറി പടക്കം പൊട്ടിച്ചു നമ്മൾ കടുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചു കയറ്റി. ഒരു 10-15 മിനിറ്റ് വീണ്ടും കാട്ടിൽ വീണ്ടും ഈ കുട്ടിയായിട്ട് വീണ്ടും മാറ്റി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നേരെ ജനവാസ മേഖലയ്ക്ക് അടുത്താണ് വരുന്നത്. ഇപ്പോൾ വീണ്ടും 3 തവണ ഇറങ്ങി ഇപ്പോൾ വീണ്ടും കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ കോന്നി RRT സംഘം എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം കുറഞ്ഞ പേര് നമുക്ക് എന്തായാലും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ സുരക്ഷിതമാണ്. ആന വെള്ളത്തിൽ തന്നെ തുടരുന്നതിനാൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പിന് പ്രയാസമുണ്ട്. വനപാലക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ആന ഇപ്പോൾ. ന്യൂസ് 18 പത്തനംതിട്ട. അതിരപ്പിള്ളിയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആന നിരീക്ഷണത്തിലാണെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം. 2 ആഴ്ച മുമ്പാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയത്. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ആന പുഴയിൽ വെള്ളം കുടിക്കാനെത്തിയപ്പോൾ പകർത്തിയ പുതിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ദൃശ്യങ്ങളിൽ പുഴുവരിക്കുന്നത് കാണാം. എന്നാൽ മുറിവിന് ആഴമുണ്ടെന്നും ഉണങ്ങാൻ സമയമെടുക്കും എന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആന വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനും സ്ഥിരമായി പുഴയോരത്ത് എത്തുന്നുണ്ട്. 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ മുറിവാണെന്നും നിലവിൽ സാധ്യമായ മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വനംവകുപ്പ് പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. തൃശൂർ എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ആറാട്ട് നടക്കുന്നതിനിടെയാണ് തടത്താവിള ശിവ എന്ന ആന ഇടഞ്ഞത്. ആനപ്പുറത്തുണ്ടായിരുന്നയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടത്തിന് മുകളിൽ കയറി രക്ഷപ്പെട്ടു. കോതമംഗലത്ത് കാട്ടുപന്നി ബൈക്കിലിടിച്ച് യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. പുന്നേക്കാട് കളപ്പാറ സ്വദേശി അഖിൽ രാജപ്പനാണ് പരിക്കേറ്റത്. രാത്രി 8 മണിയോടെയാണ് സംഭവം. അഖിൽ കോതമംഗലത്ത് നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ അഖിൽ റോഡിലേക്ക് തെറിച്ചു വീണു. റോഡിൽ ബൈക്ക് കണ്ട് പിന്നാലെ വാഹനത്തിൽ വന്നവരാണ് അഖിലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. മണ്ണൂത്തി ദേശീയപാതയിൽ ബസ്സിടിച്ച് മ്ലാവ് ചത്തു. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മ്ലാവിനെ തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. നിർമ്മാണ പ്രവർത്തനം നടത്തുകയായിരുന്ന അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. ബീഹാർ സ്വദേശി ഗിഡുകുമാർ, പശ്ചിമബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത്. മൂന്നാർ ഗ്യാപ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 18-കാരൻ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കൂടെ യാത്ര ചെയ്ത മറ്റൊരാൾക്കും പരിക്കേറ്റു. മലപ്പുറം കൊണ്ടോട്ടി മിനി ഊട്ടി റോഡിൽ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ബൈക്ക് യാത്രക്കാരായ കോട്ടപ്പുറം സ്വദേശികളായ മുഫീദ്, വിനായക് എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ഒരിടവേള കൂടി.
വാർത്തകളിലേക്ക്. അടുത്ത വർഷം മാർച്ച് 31 മുമ്പ് ഇന്ത്യയിൽ നിന്നും നക്സലൈറ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാസേന 31 നക്സലൈറ്റുകളെ വധിച്ചതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ എക്സിലൂടെയുള്ള പ്രതികരണം. നക്സലൈറ്റുകളുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. 2 പേർക്ക് പരിക്കേറ്റു. ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ രാവിലെ നടത്തിയ നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷനിടയിലാണ് സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെ വെടിവയ്പുണ്ടായി. തുടർന്നാണ് സേന തിരിച്ചടിച്ചത്. ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് PK ഫിറോസ്. ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം തോന്നലുകളാണ്. LGBTQ തന്നെ പ്രകൃതി വിരുദ്ധതയാണ്. ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു കടത്തുന്നത് സദാചാര വിരുദ്ധതയാണെന്നും സ്ത്രീ പുരുഷ സമത്വം ഇല്ല എന്നതാണ് ലീഗ് നിലപാടെന്നും ഫിറോസ് പറഞ്ഞു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം വലതും പഠിച്ചിട്ടാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും ഫിറോസ് പരിഹസിച്ചു. ന്യൂസ് 18 Q18 PK ഫിറോസിന്റെ പ്രതികരണം. തുല്യനീതിയാണ് ഞങ്ങൾ പറയുന്നത്, പക്ഷേ തുല്യത അല്ല എന്ന് പറയുന്നിടത്ത് അതിനൊരു വേറൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു പുതിയ തലമുറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സന്ദേശമാണ്. ലീഗ് എപ്പോഴും പറയുന്നൊരു കാര്യം തുല്യനീതിയാണ്. കാരണം ഈ തുല്യത എന്ന് പറയുന്നത് ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വലിയൊരു ടേമാണ്. ആ ടേം നമ്മൾ ഈ പറയുന്ന സ്ത്രീ പുരുഷ പിന്നെ ഒരു കാര്യം മാത്രമല്ല. അതിനകത്ത് LGBTQIA എന്നൊക്കെ പറയുന്ന വലിയൊരു ടെർമിനോളജി ഉണ്ട്. LGBTQIA മാത്രമല്ല, പ്ലസ് ഉണ്ട്. അതൊക്കെ വലിയൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മറവിൽ നമ്മൾ സദാചാര വിരുദ്ധമെന്ന് കരുതിയിരുന്ന, പ്രകൃതി വിരുദ്ധമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഒളിച്ചു കടത്താൻ വേണ്ടിയുള്ള വലിയ ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. LGBT അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ജെൻഡർ പൊളിറ്റിക്സിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണെന്ന് ലീഗ് ഇപ്പോഴും കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എത്ര പുരോഗമന വിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഈ സ്വവർഗരതി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളത് വിശ്വാസപരമായിട്ട് തന്നെ ഞങ്ങൾക്ക് തെറ്റാണ്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് ഞങ്ങൾക്ക് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വനിതാ പ്രാതിനിധ്യം അത് രണ്ടാമത് നിന്നാൽ മതി, ട്രാൻസ്ജെൻഡറുകൾ ഈ സൊസൈറ്റിയിൽ ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട്, അത് അങ്ങനെ മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ LGBTQIA ഞങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുന്നില്ല. അതിനകത്ത് ചില വസ്തുതകളുണ്ട്. ഇപ്പം ഇതൊരു മനോനിലയാണല്ലോ, തോന്നലുകളാണല്ലോ. ഇപ്പോൾ ട്രാൻസ്ജെൻഡറുടെ കാര്യത്തിൽ തന്നെ അവരുടെ തോന്നലാണ്, അവരുടെ ഫിസിക്കല്ല, അവരുടെ തോന്നലാണ്. ഇൻ്റർസെക്സ് ആണെങ്കിൽ നമുക്കറിയാം അവരുടെ തോന്നലല്ല, അവരുടെ ഫിസിക്ക് തന്നെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതേസമയത്ത് ഈ തോന്നലുകളെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? തോന്നലുകൾക്കനുസരിച്ച് ശരീരം മാറ്റുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ശരീരത്തിനനുസരിച്ച് തോന്നലുകളെ മാറ്റുകയാണ് വേണ്ടത്. ജനറൽ യൂണിഫോം നടപ്പിലാക്കുമ്പോൾ ബിന്ദു എന്താ പറഞ്ഞത്? ബിന്ദു പറഞ്ഞത് പിന്നെ ഹെറ്ററോ നോർമേറ്റീവായിട്ടുള്ള ഒരു സൊസൈറ്റിയെ പൊളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ എതിർ പിന്നെ വർഗത്തോടുള്ള അനുരാഗം, അത് സ്വാഭാവികതയാണെന്ന പൊതുബോധത്തെയാണ് ഹെറ്ററോ നോർമേറ്റീവ് എന്ന് പറയുന്നത്. അതിനെ മാറ്റിയിട്ട് ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലുകളെല്ലാം ശരിയാണ്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് മൃഗരതിയെ അനുകൂലിക്കുന്നവരുണ്ട്, പീഡോഫിലിയെ അനുകൂലിക്കുന്നവരുണ്ട്, മരങ്ങളുമായി ഗതിയിലേർപ്പെടുന്നത് പോലും അനുകൂലിക്കുന്ന ആളുണ്ട്. നിങ്ങൾ LGBTQIA പ്ലസ് എന്താണെന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കണ്ടത്. ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതേക്കുറിച്ച് ഇതെന്തോ വലിയ പുരോഗമനവാദമാണ്, എന്നാൽ പിന്നെ ഞാനും അതിൻ്റെ കൂടെ വന്നാൽ ഞാനും പുരോഗമനവാദിയായി എളുപ്പത്തിൽ പുരോഗമനവാദിയാവാനുള്ളൊരു കാര്യം ഈ പറയുന്ന ടെർമിനോളജിയുടെ കൂടെ നിൽക്കലാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. PK ഫിറോസ് Q18 അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണാം ഇന്ന് രാത്രി 9 മണിക്ക്. PK ഫിറോസ് LGBTQ സമൂഹത്തെ അധിക്ഷേപിച്ചു എന്ന പരാതിയുമായി ക്വീർ സംഘടനകൾ രംഗത്ത്. ന്യൂസ് 18 Q18 അഭിമുഖത്തിലാണ് PK ഫിറോസ് LGBTQ സമൂഹത്തെ പറ്റി പരാമർശം നടത്തിയത്. ഇതോടെയാണ് ക്വീർ സംഘടനകൾ കണ്ടോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും, കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന് CPM-ന്റെ തൃശൂർ ജില്ലാ പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലേത് നീതീകരിക്കാനാകാത്ത നടപടിയാണ്. സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേക മേൽനോട്ടം വേണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. നേതാക്കളിൽ ചിലർ പണത്തിന് പിന്നാലെ പോകുന്നുവെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു.
കരുവന്നൂരിലുണ്ടായ വീഴ്ച ഉൾക്കൊള്ളുന്നതാണ് CPMന്റെ തൃശൂർ ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേട് ജില്ലയിലുടനീളം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. നീതീകരിക്കാനാവാത്ത നടപടി സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർത്തുവെന്നും ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. പിന്നാലെ MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നേതാക്കൾക്ക് പണത്തിന് പിന്നാലെ പോകുന്ന പ്രവണത വർദ്ധിച്ചു. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ തന്നെ മോശം പ്രവണതകൾ കടന്നുകൂടി. വർഗ ബഹുജന സംഘടനയായ SFIയും DYFIയും താഴെത്തട്ടിൽ തീർത്തും നിർജീവം. പലയിടങ്ങളിലും യൂണിറ്റ് കമ്മിറ്റികൾ പ്രവർത്തിക്കാത്ത അവസ്ഥയെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. തൃശൂർ മേയർ MK വർഗീസിനെതിരെയും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 2.5 വർഷം MK വർഗീസിനും ബാക്കി 2.5 വർഷം LDFിനും എന്ന ടേം വ്യവസ്ഥ MK വർഗീസ് അട്ടിമറിച്ചു. BJPയുടെ വളർച്ച അതീവ ഗൗരവത്തോടെ കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF വോട്ടുകൾ ചോർന്നുവെന്ന വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ VS സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടുതൽ വോട്ട് സ്വരൂപിക്കാൻ കാരണമായെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CMPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന. CMP ജനറൽ സെക്രട്ടറി CP ജോണിന് വേണ്ടിയാണ് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച. ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നത് 2.5 പതിറ്റാണ്ടിന് ശേഷമാകും. 2001 MV രാഘവന് വേണ്ടിയായിരുന്നു അന്നത്തെ തിരുവനന്തപുരം വെസ്റ്റിൽ കോൺഗ്രസിന്റെ ത്യാഗം. 8381 വോട്ടിന് ജയിച്ച MVR ആന്റണി മന്ത്രിസഭയിലുമെത്തി. MV രാഘവന്റെ അവസാന തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത്. CMP രൂപീകരണം മുതൽ UDFിൽ ഉറച്ചു നിൽക്കുന്ന CP ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ്. പ്രകടന പത്രിക തയ്യാറാക്കലായാലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലെ പഠനമായാലും CP ജോൺ മുന്നിലുണ്ടാകും. നീണ്ടകാലത്തെ മുന്നണി ബന്ധത്തിനിടയിൽ ഒരിക്കൽ പോലും നേതൃത്വവുമായി തെറ്റിയിട്ടുമില്ല. ഇത്രയേറെ കൂറ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തത് മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ്. 2011 കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു M പാലിശ്ശേരിയോട് 481 വോട്ടിന് തോൽക്കുകയായിരുന്നു CP ജോൺ. ആ വർഷം ജയിച്ചിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ജോൺ എത്തിയേനെ. അടുത്ത തവണയെങ്കിലും CP ജോണിനെ ജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് UDF. അതിനായി മുന്നണി കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ മുന്നിലുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള താല്പര്യം CP ജോൺ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമാവുകയാണ്. മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ CMP പ്രവർത്തകർക്കും ജോൺ നിർദ്ദേശം നൽകി കഴിഞ്ഞു. VS ശിവകുമാർ തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലം വിട്ടുകൊടുത്താൽ പാർട്ടിക്കുള്ളിൽ അത് പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന ആശങ്ക കോൺഗ്രസിലുണ്ട്. അത് മറികടക്കാനായാൽ CP ജോണിന് തിരുവനന്തപുരത്ത് മത്സരിക്കാം. അല്ലെങ്കിൽ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും. CP ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകുമെന്നാണ് CMPയുടെ പ്രതീക്ഷ. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനെ നിയമിച്ചത് സ്വാഗതം ചെയ്ത് K മുരളീധരൻ അനുകൂലികൾ. ജോസഫ് ടാജറ്റ് സർവ്വസമ്മതനെന്ന് DCC മുൻ സെക്രട്ടറി സജീവൻ കുര്യച്ചിറ പ്രതികരിച്ചു. K മുരളീധരനാണ് ജോസഫ് ടാജറ്റിന്റെ പേര് നിർദ്ദേശിച്ചത്. മുരളീധരനൊപ്പം മറ്റ് നേതാക്കളും ജോസഫ് ടാജറ്റിനെ പിന്തുണച്ചു. DCCയിലെ സംഘർഷത്തിന്റെ ഭാഗമായി തനിക്കെതിരെ എടുത്ത പാർട്ടി നടപടി പിൻവലിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും സജീവൻ കുര്യച്ചിറ പ്രതികരിച്ചു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കൊട്ടാരക്കരയിൽ പട്ടി ഓടിച്ചതിനെ തുടർന്ന് കനാലിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. സദാനന്ദപുരം നിരപ്പുവിള സ്വദേശി യാദവ് കൃഷ്ണനാണ് മരിച്ചത്. വൈകുന്നേരം 7 മണിയോടെയായിരുന്നു അപകടം. വിനീഷ് കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, അതിദാരുണമായ ഒരു അപകടം, എന്താണ് വിശദാംശങ്ങൾ? അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ഒരു സന്ധ്യാസമയം തന്നെ നമുക്ക് പറയാനുള്ളത്. അല്പസമയം മുന്നെയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. യാദവ് കൃഷ്ണൻ 7 വയസ്സുകാരനാണ്. യാദവ് കൃഷ്ണനാണ് മരിച്ചത്. യാദവ് കൃഷ്ണന്റെ വീടിന് സമീപത്ത് വെച്ച് ആണ് ഈ ഒരു അപകടം സംഭവിച്ചത്, ഈ ഒരു അന്ത്യം സംഭവിച്ചത്. വീടിന്റെ മുറ്റത്തോടു കൂടി, അതായത് വീടിന് സമീപത്തോടു കൂടി ഒരു KIP കനാൽ പോകുന്നുണ്ട്. ഈ കനാലിന്റെ സമീപത്തോടു കൂടി ഈ കുട്ടി ഓടുന്ന വഴിക്ക് ഒരു പട്ടി ഓടിക്കുകയും അങ്ങനെ പട്ടിയെ കണ്ട് പേടിച്ചാണ് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ഉടൻ തന്നെ അവിടെ എത്തുകയും കുട്ടിയെ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഇപ്പോൾ മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തീർച്ചയായും വിനീഷ്, നമ്മൾ പലകുറി എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ തെരുവുനായ ശല്യത്തെക്കുറിച്ച്. അത് പല മേഖലകളിലും ഇത്തരത്തിൽ അതീവ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. തെരുവുനായ ആക്രമണം ഇപ്പോൾ പതിവാകുന്ന സാഹചര്യമാണ്. ഈ പ്രദേശത്തെ സാഹചര്യം എങ്ങനെയാണ്? വാർഡ് മെമ്പറോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് ആ പ്രദേശങ്ങളിൽ
ഈ തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി തവണ അവർ അധികൃതരോടെല്ലാം പരാതി പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ സമീപ പ്രദേശങ്ങളിൽ മുൻപും ഇതുപോലുള്ള തെരുവുനായ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം തന്നെ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടിക്കും ഒരു ജീവൻ നഷ്ടമായ രീതിയിലേക്ക് ഒരു കാര്യം എത്തിയിരിക്കുന്നത്. അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ ഒരു വിഷയം കാണുന്നത്. ആര്യ, തീർച്ചയായും വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നത്. പട്ടി ഓടിച്ചതിനെ തുടർന്നാണ് കനാലിൽ വീണ് 7 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ട് വൈദ്യപരിശോധന നടത്തിയത് ഗുരുതര വീഴ്ചയെന്നാണ് കമ്മീഷൻ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിലെ മുറിവുകൾ കൃത്യമായി രേഖപ്പെടുത്താതെയും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെയുമാണ് ഡോക്ടർ KV പ്രീത മെഡിക്കോ ലീഗൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയതെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. തന്റെ പരാതി ശരിവെക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ടെന്ന് അതിജീവിത പറയുന്നു. ഞാൻ കൊടുത്ത പരാതി നീതിയുള്ളതാണെന്നും അതിൽ അവർ കണ്ടെത്തിയത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ പ്രീതിയുടെ ഭാഗത്തിന് വീഴ്ച ഉണ്ടെന്നും അതുപോലെ ഇങ്ങനെ ഒരു കേസ് അവര് അത്രയും നിസ്സാരമാക്കി കളഞ്ഞു. സ്ത്രീകളുടെ വാർഡുകളിൽ പുരുഷ അറ്റൻഡർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. 2023 മാർച്ച് 18 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ വെച്ച് യുവതി പീഡിപ്പിക്കപ്പെട്ടത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUയിലേക്ക് മാറ്റിയപ്പോൾ അറ്റൻഡറായ ശശീന്ദ്രൻ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ പിന്നീട് അറസ്റ്റിലായി. ന്യൂസ് 18 കോഴിക്കോട്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കിനി ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണാം. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകൾ കൊണ്ടാണ് നിർമ്മാണം. പ്രകൃതി മനോഹര കാഴ്ചകളാൽ സമ്പന്നമായ മൂന്നാർ. ഈ കാഴ്ചകൾ സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ പുതിയ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് KSRTC. മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഡബിൾ ഡെക്കർ ബസ് ഇനി മൂന്നാറിൽ സഞ്ചാരികൾക്കായി ഉണ്ടാകും. ബസ്സിനുള്ളിലിരുന്ന് തന്നെ പുറത്തെ കാഴ്ചകൾ പൂർണ്ണമായി കാണാനാകുമെന്നതാണ് പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ്. മുകളിൽ 38 സീറ്റും താഴെ 12 സീറ്റുമുണ്ട്. മ്യൂസിക് സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളവും ലഘുപാനീയങ്ങളും ബസ്സിൽ ലഭിക്കും. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ടൂറിസത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് നിലവിൽ KSRTC നടത്തുന്ന ഉല്ലാസയാത്ര സർവീസുകളും സൈറ്റ് സീയിങ് സർവീസുകളും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയിരുന്നു. ഇതേ മാതൃകയിലാണ് മൂന്നാറിലെ സഞ്ചാരികൾക്കായി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. ന്യൂസ് 18 മൂന്നാർ. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തിൽ 305 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യ മികച്ച നിലയിലാണ്. രോഹിത് ശർമ്മയുടെ സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 233 റൺസ് കടന്നു. 90 പന്തിൽ 119 റൺസാണ് രോഹിത് അടിച്ചുകൂട്ടിയത്. 7 സിക്സും 12 ഫോറും അടങ്ങിയതായിരുന്നു ഇന്നിംഗ്സ്. ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഗിൽ ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകി. ഗിൽ 60 റൺസ് എടുത്ത് പുറത്തായി. മടങ്ങിവന്ന കോഹ്ലി 5 റൺസ് എടുത്ത് പുറത്തായി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,900 രൂപ, പവന് 63,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,560 രൂപ, പവന് 52,480 രൂപ. വെള്ളി ഗ്രാമിന് 103 രൂപ, കിലോഗ്രാമിന് 1,03,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം Q18. നമസ്കാരം.